ഹലോ ഫ്രണ്ട്സ്, തൻ്റെ പുതിയ ചിത്രമായിട്ടുള്ള ടോക്സിക്കിൻ്റെ ട്രെയിലർ പുറത്തു വന്നതിൽ പിന്നെ നടിയും സംവിധായകയും അതേപോലെ തന്നെ പേര് കേട്ട ഫെമിനിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഗീതു മോഹൻദാസ് ഇപ്പോൾ ഭൂമി ലോകവും വാനലോകവും ഒക്കെ വിട്ടും കയറ്റി ഇപ്പോൾ എവിടെയൊക്കെ എയറൊക്കെ വിട്ടും കയറ്റി അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. WCCയും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ 100% സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ അതിനെ എന്തായാലും 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക തന്നെ വേണം. കാരണം പുരുഷാധിപത്യം നല്ല രീതിയിലുള്ള ഒരു മേഖല തന്നെയാണ്. പക്ഷേ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, അതിനുവേണ്ടി പോരാടുന്ന സമയത്ത് അതേ വ്യക്തി തന്നെ അതിനെതിരായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ എടുത്തു വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അതായത് പറഞ്ഞു വന്നിട്ടുള്ളത്, ടോക്സിക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ സിനിമയിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ട്രെയിലർ അതൊരു വല്ലാത്ത സംഭവം തന്നെ ആയി പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ട്രെയിലർ ഫാമിലി ആയിട്ട് കണ്ടിട്ടുള്ള പലരുടെയും തൊലി ഉരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. കാരണം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു യാഷിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഗീതു മോഹൻദാസിൻ്റെ ഭാഗത്തുനിന്നോ ഇങ്ങനെ ഒരു ട്രെയിലർ ഉണ്ടാകും എന്നുള്ളത്. ഈ സിനിമയുടെ ട്രെയിലർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുമാതിരി ഏതോ പോൺ വീഡിയോയുടെ അല്ലെങ്കിൽ ബ്രേസേഴ്സിൻ്റെ ഒക്കെ ഒരു ട്രെയിലറിൻ്റെ നിലവാരത്തിലാണ് ഈ ട്രെയിലർ കാണാൻ വേണ്ടി പറ്റുക. സെമിത്തേരിക്കടുത്ത് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ PK എന്ന് പറയുന്ന അമീർ ഖാൻ്റെ സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ കാണുന്ന രീതിയിൽ ഈ കാർ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതും കഴിഞ്ഞും കയറ്റി പിന്നീട് ക്യാമറ പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ്. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ ഷോക്ക് പോയിട്ടില്ല. GF പോലുള്ള മസാല സിനിമകളൊക്കെ ചെയ്യുന്ന യാഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംഭവമേ അല്ല. പക്ഷേ ഗീതു മോഹൻദാസ്, കാരണം അവരൊരിക്കലും കസബ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് മമ്മൂട്ടിയുടെ ആ സിനിമയിലെ കഥാപാത്രം അവതരിപ്പിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ മടിക്കുത്തിന് കയറി പിടിച്ചിട്ടുള്ള ആ ഒരു രംഗത്തിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച് അന്ന് ഒരുപാട് ഫെമിനിസ്റ്റ് സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഗീതു മോഹൻദാസ്. അതുകൊണ്ടാണ് ഇവിടെ ഗീതു മോഹൻദാസ് പ്രതിക്കൂട്ടിലാകാനുള്ള കാരണം. ഇനി ഇവരുടെ ലക്ഷ്യം വിവാദമുണ്ടാക്കിയിട്ട് സിനിമയ്ക്ക് ശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റുക ആണോ എന്നുള്ളതും സംശയിക്കേണ്ടതായിട്ടുണ്ട്. കൊല്ലം 1-2ആയി ഈ സിനിമയ്ക്ക് പിറകെ യാഷും ടീമും ഒക്കെ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഒരു തല്ലിപ്പൊളി ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ. ഈ കൊല്ലം അതിൻ്റെ XX ലെവലിലാണ് ഈ ട്രെയിലർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ട്രെയിലർ ഇറക്കുന്ന സമയത്തും സിനിമയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുക, വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ കിട്ടുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു രംഗം, ഇങ്ങനെ ഒരു സെക്ഷൽ ആയിട്ടുള്ള രംഗം കാണിച്ചിരിക്കുന്നത് രാജമൗലിയുടെയോ അല്ലെങ്കിൽ ഷാജി കൈലാസിൻ്റെയോ ജോഷിയുടെയോ സിനിമയിലാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം അവരൊന്നും ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് വാദം മുന്നോട്ട് വെക്കുന്ന ആളുകളല്ല. അവരുടെ സിനിമയിലൊക്കെ പക്ക, അതായത് ഒരു മെയിൽ ഷോവനിസം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന സിനിമകളാണ്. അവരൊരിക്കലും ആ രീതിയിലുള്ള വാദങ്ങളായിട്ട് മുന്നോട്ട് വന്ന വ്യക്തികളെ അല്ല. ഒരു സ്ത്രീയെ പ്രദർശന വസ്തുവായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമ മേഖല എന്ന് പറയുന്നത്. സ്ത്രീകളെ തന്നെ വെച്ചിട്ട് സ്ത്രീ വിരുദ്ധത കാണിക്കുന്നത്. അത് ഇതുപോലെ ഒരു ഫെമിനിസം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയുടെ സിനിമയിൽ തന്നെ അത് കാണിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും, ഏത് തരത്തിൽ എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിനിമയിൽ വേറെന്തോ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ട്രെയിലറിൽ കണ്ടിരിക്കുന്ന ആ രംഗങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത, ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സിനിമയിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രംഗങ്ങൾ തന്നെയാണത്. രണ്ട് തോണിയിലും കാലിടരുത്. ഒന്നുകിൽ ഇന്നു മുതൽ, അല്ലെങ്കിൽ ഈ സിനിമ ഇനി അങ്ങോട്ട് ഞാനൊരു മെയിൽ ഷോവിനിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായികയായിട്ടുള്ള ഗീതു മോഹൻദാസ് മുന്നോട്ട് വരണം. ഇനി മുതൽ ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്നുള്ളത് അവർ പറയണം. രണ്ട് തോണിയിലും കൂടി കാലിടുന്ന പരിപാടി ഒട്ടും ശരിയല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇനിയും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. പക്ഷെ അത് സംസാരിക്കുമ്പോൾ അതിന് അർഹതയുള്ള ആളുകൾ വേണം സംസാരിക്കാൻ. അല്ലാതെ കുറച്ച് പൈസക്ക് വേണ്ടിയും കയറ്റി അതിനൊക്കെ ഒറ്റ കൊടുത്തിട്ട് ഇതുപോലെയുള്ള സിനിമാ രംഗങ്ങൾ നിർമ്മിക്കുകയും എന്നിട്ട് വീണ്ടും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. ബൈ.